എൻട്രൻസ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കേ. എൻട്രൻസ് എന്ന് പറയുമ്പോൾ അത്ര ഈസി ഒന്നുമല്ല പഠിച്ചു പോകാൻ. നല്ല ടഫായിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസുകൾ നല്ല സ്പീഡിൽ എത്തിക്കുക എന്നുള്ള വലിയൊരു ടാസ്ക്കാണ് മുന്നിലുള്ളത്. ടൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ് നമുക്ക്. കാരണം ഇത് മറ്റുള്ള എക്സാം പോലെ നമുക്ക് സമയം ഒത്തിരിയില്ല. വളരെ കുറച്ച് സമയം കൊണ്ട് വലിയ ചോദ്യങ്ങൾ ചെയ്യാനുള്ള ഒരു കഴിവ്, ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യുക എന്നതിനെ ബേസ് ചെയ്തുള്ള പഠനം നിങ്ങൾ കണ്ടെത്തണം. ആ രീതിയിൽ കൂടെ നിങ്ങൾ വളരണം. എന്നെങ്കിൽ മാത്രമേ എൻട്രൻസ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാവുള്ളൂ. നമ്മുടെ ക്വസ്റ്റ്യൻ എല്ലാവരും നോക്കിക്കുക. അടിപൊളിയായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് 10 ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് 20 ഇൻറ്റു 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1/x² ഹോൾ റൈസ് -5. ഇതൊക്കെ നമുക്ക് നോക്കിക്കുക. പവർ നെഗറ്റീവ്, കൊള്ളാത്ത കുറേ ടേംസുകൾ, ഇതൊക്കെ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി. ബട്ട് ഇത് കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് 10 എന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം എക്സ്പാൻഡ് ചെയ്ത ശേഷം കിട്ടുന്ന ആൻസർ ഉണ്ടല്ലോ, ഫൈനലായിട്ട് എക്സ്പാൻഡ് ചെയ്ത് കിടക്കുന്ന വലിയ എക്സ്പ്രഷൻ, അതിനുള്ളിൽ എക്സ് റൈസ് 10 നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എവിടെയോ ഒരിടത്ത് ഇങ്ങനെ എക്സ് റൈസ് 10 ഇങ്ങനെ നിൽപ്പുണ്ടാവും. അതിൻ്റെ കൂടെ ഒരു പയ്യൻ കാണും, അയാളെ ചോദിച്ചേക്കുന്നത്. മീൻസ് അത് എത്രയെണ്ണുണ്ട്. ഇപ്പം 2x റൈസ് 10 എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് എത്രയാണ്? 2 ആണ്. 3x റൈസ് 10 കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് റൈസ് 10 എത്ര? 3. -3x റൈസ് 10 അങ്ങനെയാണെങ്കിൽ കോഎഫിഷ്യൻ്റ് എത്ര? -3. അപ്പോൾ ഈ എക്സ് റൈസ് 10 കൂടെയുള്ള നമ്പറിനെയാണ് അതിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് അങ്ങോട്ട് ചെയ്ത് തുടങ്ങാം. എല്ലാവരും ശ്രദ്ധിക്കുക. 1 മൈനസ് എക്സ് സ്ക്വയർ ഹോൾ റൈസ് 20 ഇൻറ്റു 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1/x² ഹോൾ റൈസ് ആരാണ്? -5. അപ്പം എൻ്റെ ഇതുണ്ട്, ഇയാൾ നമ്മൾ സാധാരണ കണ്ടു കഴിഞ്ഞാൽ ആർക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല, ഓ അത് സാധാരണ. പക്ഷെ അതല്ല, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പ്രഷനാണ്. ഈ 3 പേർ ഒന്ന് കണ്ടോ, ശ്രദ്ധിച്ചോണേ. ഇപ്പം 2 മൈനസ് എക്സ് സ്ക്വയർ മൈനസ് 1/x² ഹോൾ റൈസ് ആരാണ്? -5. അപ്പം ഞാൻ ഈ ടൈമിനെ മാത്രം സൈഡിലോട്ടൊന്ന് ചെയ്ത് കാണിക്കുക. നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ കണ്ടിട്ട് ചെയ്യാനുള്ളൊരു കഴിവ് നേടിയെടുക്കണം. ചെയ്തുകൊണ്ടിരിക്കാനുള്ളൊരു കഴിവ്, വലിയ പ്രോബ്ലങ്ങൾ ചെയ്തുകൊണ്ട് പോകാനുള്ളൊരു കഴിവ്. അല്ലാതെ കൊച്ചു ചോദ്യം ചെയ്ത് അല്ലെങ്കിൽ ട്രിക്സിൽ കൂടെ മാത്രം ഒരിക്കലും സാധ്യമല്ല. അതൊക്കെ അതിൻ്റെ ഒരു സൈഡ് മാത്രം. മെയിനായിട്ടുള്ളത് ചെയ്യാനുള്ളൊരു കഴിവ് നേടണം. എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ ഇതിനെ ഒന്ന് നെഗറ്റീവിനെ ഒന്ന് ഇതിനുള്ളിൽ നിന്ന്, ഈ ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് നെഗറ്റീവിനെ പുറത്തെടുക്കാൻ പോവാണ്. ആ പരിചയമുള്ളൊരു ടൈമിലോട്ട് എത്തണ്ടായോ? ഈ 3 പേര് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ അവിടെ ഒരു നെഗറ്റീവ് കിടക്കുന്നുണ്ടോ, അവനെ ഒന്ന് പോസിറ്റീവ് ആക്കിയെങ്കിൽ ഇത്രയുള്ള പരിചയമാകത്തുള്ളൂ. ഞാനൊരു മൈനസിനെ കോമൺ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. മൈനസിനെ കോമൺ എടുക്കുമ്പോൾ ഈ 3 പേരുടെയും സൈൻ ഡിഫറൻ്റ് ആവും, തിരിയും മറിയും. ഓക്കെ, അപ്പോൾ ഈ 2 മൈനസുകളും പ്ലസ് ആവും. ഈ 2ൻ്റെ സൈൻ പ്ലസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്, പിന്നെ മൈനസ് ആവും. അപ്പോൾ ഞാൻ ആ പ്ലസ് ടൈംസുകൾ ആദ്യം എഴുതുകയാണ്. എക്സ് സ്ക്വയറും 1/x². ഈ +2 എന്നുള്ളത് -2 ആയി. ഹോൾ റൈസ് ആരായി? -5. ഓക്കെ, അത്രയായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എഴുതുമ്പോൾ മൈനസ് ഓഫ് x² 1/x² 2, ദാറ്റ് ഈസ് a² b² -2ab. ഓക്കെ, അതാണത്. x² + 1/x² -2 എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി x മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ അങ്ങനെ ഹോൾ റൈസ് ടു -5. ഓക്കെ, ഇനി ഇത് മറന്നുപോലെ x² + 1/x² -2 ക്യാൻ ബി റിട്ടൺ ആസ് x മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ ആണ് കേട്ടോ. നിങ്ങൾ ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്തോ, ഇത് കിട്ടിയിരിക്കും. a² -2ab + b². ആ 2ab അപ്ലൈ ചെയ്യുമ്പോൾ 2 × x × 1/x, x അങ്ങ് വെട്ടിപ്പോയി കഴിഞ്ഞാൽ ഈ 2 കിട്ടുന്നത് കേട്ടോ. ലാസ്റ്റ് b² കിട്ടും 1/x ൻ്റെ ഹോൾ സ്ക്വയർ. ഇപ്പോൾ പിടികിട്ടിയല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു, നോക്കിയാൽ ഈ മൈനസിനും ഇതിനും ചേർത്താണ് ഹോൾ റൈസ് ടു -5. ഇവിടുന്ന് നമുക്ക് മൈനസ് എന്ന് പറഞ്ഞാൽ മൈനസ്, അപ്പം -1/5 ഇൻറ്റു x മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ ഹോൾ റൈസ് ടു -5 ബിക്കംസ് -10 എന്നെത്തും കേട്ടോ. ഒന്നുകൂടെ കണ്ടോ, മൈനസിനും ഈ ബ്രാക്കറ്റിനും ഈ റേസ് ടു -5 ഉണ്ട്. അപ്പം മൈനസ് എന്ന് പറഞ്ഞാൽ -1/5 എന്നുണ്ട്. പിന്നെ x മൈനസ് 1/x ദ ഹോൾ സ്ക്വയർ റേസ് ടു -5 ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 × -5 ആണ് ആരായിരിക്കുന്നത്? -10. ഓക്കെ, ദാറ്റ് ഈസ് -1/5 മൈനസ് ആണ്. ഇയാണ് നമ്മളൊരു /1 വെച്ചുകൊണ്ട് LCM എടുത്തു കഴിഞ്ഞാൽ x × x x² -1 × 1 1/1x, ദാറ്റ് ഈസ് x² -1/x ഹോൾ റൈസ് ടു ആരായി? -10. x² -1 കണ്ടല്ലോ. എങ്ങനെ നോക്കിയാണ്? x × x x² 1 × 1 1/1 × x ഹോൾ റൈസ് ടു -10. ഓക്കെ, ഈ പവറിൻ്റെ നെഗറ്റീവിനെ കളയാൻ തിരിച്ചിട്ടാൽ മതി. ഈ നെഗറ്റീവ് പോസിറ്റീവ് ആയിക്കണം. പവർ -1 അല്ലയോ,
പ്ലസ് 2 ആക്കാൻ തിരിച്ചിട്ടാൽ മതി. എന്ന് പറഞ്ഞാൽ മൈനസ് ഇട്ട ശേഷം ഇതിനെ തിരിച്ചിടുമ്പോൾ x/x² - 1 ഹോൾ റൈസ് ടു +10. ഓക്കെ, ഇപ്പോൾ പവർ പോസിറ്റീവായി, വലിയൊരു ടേം ചെറുതാവുകയും ചെയ്തു. ഓക്കെ, ഇനി ഞാൻ ഇവിടോട്ട് വരാൻ പോവാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 - x² ഹോൾ റൈസ് ടു 20 ഇൻറ്റു ഇതിന് പകരം അല്ലേ ചെയ്തേക്കുന്നത് x/x² - 1 ഹോൾ റൈസ് 10 ഉണ്ട്. പുറത്ത് വിടാറുണ്ടായിരുന്നു മോനെ, ഒരു മൈനസ് ഒക്കെ ഉണ്ട് കേട്ടോ. മൈനസ് ഇങ്ങനെ. ഓക്കെ ആണല്ലോ. ആ, ഇവിടെ മൈനസ് പിന്നെ രണ്ടത് ഉണ്ടല്ലോ. മൈനസ് ഇത്, ഈ മൈനസ് ഇതിന് ഹോൾ റൈസ് വേണ്ട, ഇങ്ങനെ ബ്രാക്കറ്റ് വേണ്ട. ഓക്കെ, അപ്പോൾ ഇതിന് പകരം ഉള്ള വാല്യൂ -x/x² - 1 ഹോൾ റൈസ് 10 എന്നായി. അപ്പോൾ അത്രയൊക്കെ ഓക്കെ. മോൻ ഈ രണ്ട് ടേംസിനെ നോക്കിക്കേ. ഇത് 1 - x², ഇത് x² - 1. തിരിഞ്ഞു മറിഞ്ഞു വല്ലയോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിക്കോണം. ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ 1 - x²നെ ഞാനൊരു x² - 1 എന്നാക്കുന്നു. അപ്പോൾ ഒരു പുറത്തൊരു മൈനസ് ഇട്ടാൽ മതി കേട്ടോ. ഏതിനെ ഇപ്പം നമുക്ക് a - b എന്നുള്ളതിന് b - a എന്ന് എഴുതിക്കോടാ, പക്ഷേ പുറത്തൊരു മൈനസ് ഇട്ടേക്കണം. ഓക്കെ, അപ്പോൾ 1 - x²നെ എനിക്കൊന്ന് x² - 1 എഴുതുമ്പോൾ പുറത്ത് നിന്നിട്ടു -1 ഹോൾ റൈസ് ആറുണ്ടായിരുന്നു മോനെ 20 ഇൻറ്റു -x/x² - 1 ഹോൾ റൈസ് 10. നീടായിരിക്കും ഇത്രയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് എന്തോ കിട്ടാനാണെന്നില്ലേ? നമ്മളതല്ല ഉദ്ദേശിക്കുന്നത്. ചെയ്യാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞു, കഴിവ് നേടണം. ഓക്കെ, ഇങ്ങനെ വലിയ പ്രോബ്ലങ്ങളെ ചെയ്ത് ഇങ്ങനെ പോകാനുള്ള കഴിവ്, ഇങ്ങനെ അത്രയും ഓർക്കാനുള്ള കഴിവ്, അതാണ്. അത്രയും കാര്യങ്ങളെ നമുക്ക് മാനേജ് ചെയ്യാനുള്ള കഴിവ്, അവിടെയാണ് നമ്മൾ നേടിയെടുക്കേണ്ടത്. അല്ലാതെ ഒരു ക്വസ്റ്റിനെ കൊച്ചത് പഠിച്ചെടുക്കുക എന്നുള്ളതല്ല വലിയ കാര്യം. വലിയ ക്വസ്റ്റ്യൻസുകളെ ചെയ്യുക എന്നുള്ളതാണ്. അതും വലിയ കാര്യമൊന്നുമല്ല. ഒത്തിരി ചെയ്തെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാവും. ഓക്കെ, അപ്പോൾ അവനെ ഓക്കെ ആയി. ഇപ്പോൾ അവനെ ഇതിന് ഞാൻ മൈനസിൻ്റെ പുറത്തിട്ടെൻ്റെ കാരണം മനസ്സിലായല്ലോ. തിരിച്ചിട്ട് ഇപ്പോൾ കണ്ടോ x² - 1 x² - 1 സെയിം ടൈം ആവും കേട്ടോ. പക്ഷേ ഈ മൈനസ് പുറത്ത് കിടക്കുന്നു. റേസ് 20 ആയതുകൊണ്ട് പുറത്തോട്ട് ആ മൈനസ് വരത്തില്ല. നിങ്ങൾക്കറിയാം, നെഗറ്റീവ് ടൈമിന് പവർ ഒരു ഈവൻ ആണെങ്കിൽ മൈനസ് വരത്തില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ തന്നെ എഴുതാം. ദാറ്റ് ഈസ് x² - 1 ഹോൾ റൈസ് 20 ഇൻറ്റു, വേണമെങ്കിൽ ഈ മൈനസിനെ നമുക്ക് വേണമെങ്കിൽ ആദ്യമേ എഴുതാം, അടുത്ത സ്റ്റെപ്പിൽ മതി മൈനസ്. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ x⁻10 ഡിവൈഡഡ് ബൈ x² - 1 റൈസ് 10. ഞാൻ ഈ 10 ഈ രണ്ടിനും കൊടുത്തു, ന്യൂമറേറ്ററും കൊടുത്തു, ഡിനോമിനേറ്ററും കൊടുത്തു. ഓക്കെ ആണല്ലോ. ഇപ്പോൾ നോക്കിക്കാൻ മോനെ, ഇത് രണ്ടും സെയിം ടേംസ് അല്ലേ? x² - 1 x² - 1. ഇവിടെ 20, ഇത് 10. കട്ട് ചെയ്യുമ്പോൾ ബാക്കി ഒരു 10 ഇവിടെ വരത്തില്ലേ മോനെ? ഇവിടെ 20 ഇത് 10 ആയതുകൊണ്ട് സെയിം പവർ അല്ല, സെയിം ടേമാണ്, പക്ഷേ സെയിം പവർ അല്ല. 20 - 10 10 ആവും. ആൻസർ വരുമ്പോൾ x² - 1 ഹോൾ റൈസ് 10 എന്നായി മോനെ. 20 ഇതമ്മ സിംപ്ലിഫൈ ചെയ്തു. ഇൻറ്റു ഒരു x⁻10 കിടപ്പുണ്ട് അല്ലേ? അല്ലേ, x⁻10 ഒരു മൈനസ് ഇങ്ങനെ പുറത്തെടുക്കാമല്ലോ. ഇതുകൊണ്ട് ഈ മൈനസിനെ ആദ്യം എഴുതണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പം ഈ വലിയ ക്വസ്റ്റനാണ് ഇത്ര ആയേക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, മറ്റുള്ള എല്ലാം പോയി കേട്ടോ. ഇനിയും നമുക്കിതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നോക്കിക്കോണേ, ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എനിക്ക് മൈനസ് ഇട്ടു 11 ടേംസ് കാണും. എത്രയാണ്? 11 ടേംസ് ഉണ്ടാവും എക്സ്പാൻഷൻ. കാരണം റേസ് 10 ആണ്, അറിയാമല്ലോ. ഇങ്ങനെ രണ്ട് ടേംസ് വന്നിട്ട് പവർ 10 ആണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഈസ് പവർ +1, ദാറ്റ് ഈസ് നമ്പർ 11 ടേംസ്. ഓക്കെ, പവർ 10 ആയതുകൊണ്ട് ഇൻറ്റു ആരുണ്ട് മോനെ x⁻10. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാരണം ഇതിനെ a - b ഹോൾ റൈസ് 10 ആണ് കേട്ടോ. നമ്മൾ പഠിച്ചിട്ടുണ്ട് a - b ഹോൾ റൈസ് 10 ചെയ്താൽ 11 ടേംസ് കാണും. ഇതിനകത്തെ ലാസ്റ്റ് ടേമാണ് 1 റൈസ് 10 1 ആവും മോനെ. ലാസ്റ്റ് ടേം 1 ആണ് കേട്ടോ. ഓക്കെ, അത് +10 പ്ലസ്സും ആയിരിക്കും വരുന്നത് കേട്ടോ, മൈനസ് അല്ല പ്ലസ്. ബാക്കി കുറേ പേരുണ്ട് കേട്ടോ, അത് നമ്മൾ നോക്കണ്ട. ലാസ്റ്റ് ടൈമിലാണ് എക്സ് ഇല്ലാത്തത്. ഇൻറ്റു x⁻10 പുറത്തുണ്ട്. എന്തിനാ മോനെ നമ്മൾ മറ്റുള്ള ടേംസിനെ ഒന്നും വേണ്ട. ലാസ്റ്റ് ടൈം 1 റൈസ് 10 1 അത് മാത്രമേ ഞാൻ എഴുതുന്നുള്ളൂ. കാരണം നമുക്ക് വേണ്ടത് കോഎഫിഷ്യൻ്റ് ഓഫ് x⁻10 ആണ്. അപ്പോൾ ഈ x⁻10 ഉൾപ്പെടുന്ന ടേം മതി. ഇവിടെ എല്ലാം എക്സുകളുള്ള ടേംസാണ്. ഇവിടം വരെ, ഇവിടെ മാത്രമേ ഇവിടെ എക്സ് ഇല്ലാത്ത. ഇവിടെയുള്ള എക്സ് ഉള്ളതുകൊണ്ട് x⁻10 ഈ എക്സ് ഉള്ള ടൈം കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എക്സിൻ്റെ പവർ കൂടും 10ലും. നമുക്കത് വേണ്ട, 10 മതി. അപ്പോൾ 10 ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് ഈ 1 മാത്രമേ ഉള്ളൂ. അപ്പോൾ x⁻10 × 1 ആരാവും മോനെ? x⁻10 × 1 ആരാവും? x⁻10 × 1 എന്ന് പറയുമ്പോൾ x⁻10 ആവും. പക്ഷേ ഇവിടെ മൈനസ് അകത്ത് ഇങ്ങനെ കിടക്കും, ഒരാൾ കാത്തിരിക്കുന്നുണ്ട് മൈനസ്. അപ്പോൾ മൈനസ് മറ്റുള്ള ടൈംസ് ഒക്കെ ഉണ്ട്. ലാസ്റ്റ് ടൈം ഉണ്ട്. ഈ 1നെ x⁻10 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ x⁻10 ആവും. ഈ മൈനസ് അകത്തോട്ട് നോക്കുമ്പോൾ അത് -x⁻10. ഇതാണ് നമ്മുടെ ഈ x⁻10ൻ്റെ ടേം വരുന്നത്. അതിൻ്റെ കോഎഫിഷ്യൻ്റ് അപ്പോൾ വരുമ്പോൾ ആരാ മോനെ? -1. ഓക്കെ, ഇത്രയാണ് ആൻസർ. ഇത്രയൊക്കെ ഉണ്ട്.
ഇച്ചിരി ഏറെ പാടായിരുന്നു, ഞാൻ പറയുന്നില്ല, നല്ല ടഫാണ്. ഞാൻ പറഞ്ഞു ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. ഇങ്ങനെയൊക്കെയുള്ളതിനെ കഴിവാക്കി എടുത്തെങ്കിലേ എൻട്രൻസിനെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കൊച്ചു ക്വസ്റ്റ്യൻസുകൾ മാത്രം പഠിച്ചുകൊണ്ടൊന്നും പോയി കഴിഞ്ഞാൽ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഒരു എൻട്രൻസ് നേടുക എന്നുള്ളതല്ല, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു കോഴ്സിനെ നേടിയെടുക്കണം. അവിടെ നല്ല ടഫായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാനാണ് ഈ എൻട്രൻസ് ടഫ് ക്വസ്റ്റ്യൻസ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ലതായിട്ട് പഠിക്കുക, നല്ലപോലെ നല്ല അടിപൊളിയായിട്ട് കേട്ടോ.